ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര ഉടമ്പടിക്കുള്ള നിബന്ധനകളിൽ ധാരണയായി. ഇത് പ്രകാരമുള്ള ആദ്യ ചർച്ചകൾ ഏപ്രിൽ 23 മുതൽ വാഷിംഗ്ടണിൽ ആരംഭിക്കുകയാണ്. നിർദ്ദിഷ്ട വ്യാപാര ഉടമ്പടി 19 അധ്യായങ്ങൾ അടങ്ങുന്നതാണ്. ഈ പുതിയ ഉടമ്പടിയിൽ തീരുവ, ചരക്ക് തടസ്സങ്ങൾ, കസ്റ്റംസ് തുടങ്ങിയ പ്രധാന മേഖലകൾ ഉൾപ്പെടുന്നു. 2030 ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യാപാരം $500 ബില്യൺ ഉയർത്തുക എന്നതാണ് ലക്ഷ്യം. ഇന്ത്യയുടെ മധ്യസ്ഥനാകുന്നത് സാമ്പത്തികകാര്യ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി രാജേഷ് അഗർവാളാണ്. ഏപ്രിൽ 18 രാജേഷ് അഗർവാൾ അടുത്ത സാമ്പത്തിക സെക്രട്ടറിയായി നിയമിതനായത്. സമീപകാലത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഷിംഗ്ടണിലേക്കുള്ള സന്ദർശനം ഈ വ്യാപാര സംവാദങ്ങൾ വീണ്ടും സജീവമാക്കാനും തർക്കങ്ങൾ കുറയ്ക്കാനും സഹായിച്ചിട്ടുണ്ട്. പ്രതിരോധ ഊർജ്ജ മേഖലകളിൽ നിന്ന് കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുണ്ട്. ഈ ചർച്ചകൾ ഇരു രാഷ്ട്രങ്ങൾക്കിടയിലെ സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കാനും പരസ്പര ഗുണകരമായ വ്യാപാര ബന്ധം വികസിപ്പിക്കാനും സഹായിക്കും. ഇപ്പോഴത്തെ ചർച്ചയുടെ വേഗം കൂട്ടിയത് 90 ദിവസത്തെ തീരുവ ഇളവാണ്. സാമ്പത്തിക സെക്രട്ടറി സുനിൽ ഭരദ്വാൾ ഉടമ്പടിക്കായുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് ഏപ്രിൽ 15 വിശദമാക്കിയിരുന്നു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാറിന് ശ്രമം ആരംഭിച്ചത് മാർച്ച് മുതലാണ്. ഒക്ടോബറോടെ ആദ്യഘട്ടം പൂർത്തിയാക്കും. 2030 $191 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഇടപാട് നടത്താനുമാണ് ശ്രമം. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യാപാരം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ പരമാവധി എണ്ണത്തിന് കസ്റ്റംസ് തീരുവ കുറയ്ക്കാനാണ് വ്യാപാര കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുവഴി നിക്ഷേപ മേഖലയ്ക്ക് ഊർജം നൽകാൻ സാധിക്കും. വ്യവസായ ഉൽപ്പന്നങ്ങൾ, ഓട്ടോമൊബൈൽ, വൈൻ, പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ, ആപ്പിൾ, ട്രീ നട്ട്സ് അടക്കമുള്ളവയിൽ അമേരിക്ക ഇളവ് പ്രതീക്ഷിക്കുന്നു. വസ്ത്രം, പവിഴം, ആഭരണങ്ങൾ, ലെതർ, പ്ലാസ്റ്റിക്, കെമിക്കൽ, എണ്ണക്കുരു, ചെമ്മീൻ അടക്കമുള്ളവയിൽ ഇന്ത്യയും ഇളവ് ലക്ഷ്യമിടുന്നുണ്ട്. 2021-22 മുതൽ 2024-25 വരെ അമേരിക്കയുടെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.